ഞാൻ ഭരണ സംവിധാനം വഴി എടുത്ത കണക്ക് ആണെങ്കിൽ പറയാം, 2000 പേർക്ക് ഇപ്പോൾ ഭൂമി ലഭ്യമായി, ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയായി, വീട് കിട്ടാൻ അർഹതയായിട്ടുള്ള രേഖകളൊക്കെ തയ്യാറായവരുണ്ട്. ഇനി രാഷ്ട്രീയമായി എടുത്തൊരു കണക്ക്, 20,000 പേർക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ വീട് കിട്ടേണ്ടതായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിലെ ഡിഫറൻസ് മനസ്സിലാക്കാമല്ലോ. അതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും കോർപ്പറേഷൻ്റെയും വിഹിതം ഉപയോഗിച്ച് സ്ഥലം ലഭ്യമായവരാണ് 2000 പേര്. ഞങ്ങൾ സംഘടനാപരമായി എടുത്തൊരു കണക്കനുസരിച്ച് ഒരു വാർഡിൽ ശരാശരി 200 പേർക്ക് വീട് ഇല്ല. ചിലർക്ക് സ്ഥലമുണ്ട്, വീടില്ല. ചിലർക്ക് സ്ഥലവും വീടുമില്ല. ഈ കണക്കിൽ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അങ്ങനെ വന്നാൽ 101 വാർഡുകളിലും കൂടി ഒരു 20,000 പേർക്ക് ഉദ്ദേശം വീട് കാണില്ലെന്നുള്ളതാണ്. ഇത് ഭരണ സംവിധാനത്തിലൂടെ എടുത്ത കണക്കല്ല, അതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കോർപ്പറേഷൻ സിസ്റ്റം വഴി എടുത്തപ്പോൾ 2000 പേര് ഇതിൽ 2000 പേര് ഇപ്പോൾ ഭൂമി ലഭ്യമായി, അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറായിട്ടുണ്ട്. അടുത്ത എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീടിൻ്റെ പണം കൊടുക്കാൻ പറ്റും. പക്ഷേ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് PMAY-യുടെ ലോഗോ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വയ്ക്കാം, കേരളം തയ്യാറല്ല എന്നുള്ള നിലപാടെടുത്തത് കൊണ്ടാണ് കേരളത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ അതിനൊരു അപകടം എന്ന് പറയും, കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ വീട് വയ്ക്കാനായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പണമുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലും വിഹിതം കൊടുക്കാനുണ്ട്, കോർപ്പറേഷൻ്റെ കയ്യിലും പണം. അപ്പോൾ ഈ 3 ഭരണകൂടങ്ങളുടെ കയ്യിലും കോടിക്കണക്കിന് രൂപ ഖജനാവിൽ കിടക്കുമ്പോഴാണ് ഒരു ലോഗോ വയ്ക്കുന്നതിലുള്ള ഒരു ചർച്ചയുടെ അഭാവം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീട് കിട്ടാതെ വരുന്നു. ആലോചിച്ച് നോക്കും. മേയറായതിനു ശേഷം വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ സാധാരണക്കാരായ ജനങ്ങളെ കോർപ്പറേഷനിൽ കാണുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള ദിവസം ഏറെക്കുറെ എല്ലാ ദിവസവും നിരവധി ആൾക്കാർ വരുന്നുണ്ട്. അതിലൊരു 30 മുതൽ 40% പേര് നിങ്ങൾ തന്നെ ഉച്ചയ്ക്ക് ഒരു പറഞ്ഞാലറിയാം വീടില്ലാത്തവരാണ്. അവരൊക്കെ തന്നെ ഈ സ്റ്റെയർ കേസ് കയറി നടക്കാൻ പോലും പറ്റാത്തവർ ഇവിടെ വന്നിരുന്നിട്ട് ഒരു അപേക്ഷ തരുന്നത്, ഞങ്ങൾക്ക് സ്ഥലം കിട്ടി, വീട് കിട്ടുന്നില്ല. എത്ര ദിവസം അവരോട് ഒഴിവ് പറയും? അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളുടെ ഭരണസമിതി തീരുമാനിച്ചത് ഒരു ലോഗോ വയ്ക്കുന്നതിന്റെ തർക്കം കഴിഞ്ഞ് ഇതിൽ പലരും സ്ഥലം കിട്ടിയവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, മക്കളാണ് വരുന്നത്. ഇനി അവർക്ക് ലീഗൽ ഹെൽപ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് മാറ്റി വരാൻ എടുക്കാൻ എത്ര സമയം എടുക്കും? അപ്പം ഞങ്ങൾ ആലോചിച്ച് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം എല്ലാ രേഖകളും തയ്യാറായിട്ടുള്ളവർക്ക് 2000 പേർക്ക് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഞങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കും. പക്ഷെ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് പദ്ധതി മുടക്കം വരാൻ പാടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് PMAY. ആ പദ്ധതി അതുപോലെ കോർപ്പറേഷൻ നടപ്പിലാക്കാൻ നിയമപരമായിട്ടുള്ള പരിമിതികൾ ഉണ്ടായേക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെ പദ്ധതിയാണ് PMBY. കോർപ്പറേഷൻ ലോഗോ കാണും. എന്തേ കോർപ്പറേഷൻ ലോഗോ ഉണ്ടാവും. സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് പറയാം. എന്തായാലും വീട് കൊടുക്കാൻ തീരുമാനിച്ചു. ലോഗോ കൊടുക്കാൻ കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഫണ്ട് കൊടുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ലോഗോ വയ്ക്കണം. അല്ല, അതൊന്നും ലോഗോ കൊണ്ട് ആ വീട് അറിയും. അല്ല, ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അതൊന്നും അല്ല വിഷയം. ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം ഈ 2000 പേർക്ക് വീട് കൊടുക്കണം. അഡീഷണൽ താങ്കൾ ചോദിച്ച ഉത്തരം ഞാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തു. എന്ത് ചെയ്യണം അക്കാര്യങ്ങൾ. ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിലെ യുവജനങ്ങളെയും മത്സ്യമേഖലയും ഒക്കെ പാടെ അവഗണിച്ചു. അതിനൊന്നും പ്രത്യേകിച്ചൊന്നും. ഒരു മിനിറ്റ്, ഈ വീടിന്റെ കാര്യത്തിൽ ഇത്രയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ട്, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മാതൃകാപരമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഒരു ആശയം ഞങ്ങളിവിടെ നടപ്പിലാക്കുക. മനസ്സിലായിരുന്നു? ഒരു ലോഗോ വയ്ക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള തർക്കത്തിൽ സംസ്ഥാന സർക്കാർ അർഹരായ ജനങ്ങൾക്ക് വർഷങ്ങൾ കൊണ്ട് പണം, ജനങ്ങളുടെ പൈസ കിടക്കുകയാണ് 3 ഭരണസമിതിയുടെ അക്കൗണ്ടിൽ. അത് മാത്രം കൊടുക്കുന്നില്ല. ഇത് തന്നെയാണ് PMCയുടെ കാര്യത്തിൽ പറ്റിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് കുട്ടികൾക്കാണ് മികച്ച വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം നിഷേധിക്കുന്നത്. അതിന് ഈ ഭരണസമിതി ഒരു കാരണവശാലും നൽകുന്നില്ല. ഒരു കോർപ്പറേഷനാണ് ഞങ്ങൾ, അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? ഇവിടെ ജനങ്ങളെ കേൾക്കുന്നത് അവരുടെ അടിസ്ഥാന പ്രശ്നം കേട്ടിട്ട് പരിഹരിക്കാനാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ഞങ്ങൾ പരിഹരിക്കേണ്ടി ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.